അഹങ്കാരം. ഇവിടെ നിന്നിറങ്ങിപ്പോകണം. ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല. പുറത്തു പോകണം. സ്വയം നിന്ദ്യത വരിച്ചവരിൽ പെട്ടവനാണ് നീ. അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞു. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നും. ഫിറൗനും അവൻ്റെ ആൾക്കാരും ഭൂമിയിൽ അനർഹമായി അഹന്ത നടിച്ചു. അവർ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ലെന്നവർ ധരിക്കുകയും ചെയ്തു. നീ ജനങ്ങളെ പുച്ഛിക്കരുത്. പൊങ്ങച്ചം പ്രകടിപ്പിച്ച് ഭൂമിയിലൂടെ നടക്കുകയും അരുത്. അഹങ്കരിച്ചും ഊറ്റം നടിച്ചും നടക്കുന്ന ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. നീ ഭൂമിയിൽ പൊങ്ങച്ചം പ്രകടിപ്പിച്ചു കൊണ്ട് നടക്കരുത്. ഭൂമിയെ പിളർക്കാനേ പർവ്വതങ്ങളോളം ഉയരാനേ നിനക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പരസ്പരം അതിക്രമം കാണിക്കാതിരിക്കുകയും അഹന്ത നടിക്കാതിരിക്കുകയും പരസ്പരം വിനീതരായിരിക്കണമെന്ന് അല്ലാഹു എനിക്ക് ബോധനം നൽകിയിരുന്നു. ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. നരകാവകാശികൾ ആരെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ. എല്ലാ അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ധിക്കാരികളുമാണത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം പറയുന്നു, അനർഹമായി അഹങ്കരിക്കുന്നവൻ, കള്ളം പറയുന്ന ഭരണാധികാരി, വിവാഹിതനായ വ്യഭിചാരി എന്നീ 3 വിഭാഗത്തെ അന്ത്യദിനത്തിൽ അല്ലാഹു കടാക്ഷിക്കുകയോ ശുദ്ധീകരിക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിൽ അണുവോളം അഹങ്കാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരാൾ തൻ്റെ വസ്ത്രം മനോഹരവും ചെരുപ്പ് നല്ലതും ആകണമെന്ന് ആഗ്രഹിക്കുന്നോ? ഒരാൾ ചോദിച്ചു, അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സത്യം നിരാകരിക്കലും ആളുകളെ അവഹേളിക്കലുമാണ് അഹങ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവനെ അന്ത്യദിനത്തിൽ അല്ലാഹു കടാക്ഷിക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. ലജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അന്തഃപുര കന്യകയേക്കാൾ ലജ്ജാശീലനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അനിഷ്ടകരമായ വല്ലതും കണ്ടാൽ അത് തിരുമേനിയുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ നന്മയല്ലാതെ വരുത്തുകയില്ല. ലജ്ജയില്ലെങ്കിൽ തോന്നിയ കാപട്യം, പൊളി പറയുകയും സത്യം നിഷേധിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. റഖീബ്, അതീദ് എന്നീ 2 മലക്കുകളുടെ സാന്നിധ്യത്തിലല്ലാതെ മനുഷ്യൻ ഒരു വാക്കും ഉച്ചരിക്കുകയില്ല. പരിധി ലംഘിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നവരെ അല്ലാഹു സന്മാർഗത്തിലേക്കയക്കുകയില്ല. നിങ്ങൾ സത്യാസത്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുകയും ബോധപൂർവം സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്. കപടവിശ്വാസികൾ കള്ളം കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുന്നവരും നിഷിദ്ധം ഭക്ഷിക്കുന്നവരുമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 സംസാരിച്ചാൽ കള്ളം പറയുക, വാഗ്ദത്തം ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാണാത്തത് കണ്ടുവെന്ന് പറയുന്നത് കള്ളം കെട്ടിച്ചമക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയങ്കരമായത് വാചാലമായ കപടവിശ്വാസികളെയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ബോധപൂർവം അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും വഞ്ചിക്കരുത്. അപ്രകാരം തന്നെ നിങ്ങൾക്കിടയിലെ അമാനത്തുകളിലും വഞ്ചന കാണിക്കരുത്. അല്ലാഹുവുമായുള്ള പ്രതിജ്ഞ പ്രബലമാക്കിയ ശേഷം ലംഘിക്കുകയും അല്ലാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചതിനെ വിച്ഛേദിക്കുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവരാണവർ. നഷ്ടം സമ്പാദിച്ചവർ അവരത്രേ. അല്ലാഹുവുമായുള്ള പ്രതിജ്ഞ പ്രബലമാക്കിയതിനു ശേഷം ലംഘിക്കുകയും അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചതിനെ വിടർത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് തന്നെയാണ്
ശാപം. ഏറെ ചീത്തയായ വാസസ്ഥലമാണ് അവർക്കുള്ളത്. അംർ ഇബ്നുൽ ആസിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. 4 കാര്യം ആരിലുണ്ടോ അവർ ശുദ്ധ കപട വിശ്വാസിയാണ്. അഥവാ അവയിലൊന്ന് ആരിലെങ്കിലുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുവോളം കാപട്യത്തിൽ ഒരംശം അയാളിൽ ഉണ്ടായിരിക്കും. വിശ്വസിച്ചാൽ വഞ്ചിക്കുക, സംസാരിച്ചാൽ കള്ളം പറയുക, കരാർ ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ പുലഭ്യം പറയുക. ഇബ്നു മസ്ഊദ്, ഇബ്നു ഉമർ, അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അന്ത്യദിനത്തിൽ വഞ്ചകന്മാർക്കെല്ലാം ഒരു പതാക നൽകിക്കൊണ്ട് പറയും, ഇന്നവനെ നീ ചതിച്ചതിൻ്റെ ഫലമാണിത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു അരുൾ ചെയ്യുന്നു, അന്ത്യനാളിൽ ഞാൻ 3 ആളുടെ ശത്രുവായിരിക്കും. എൻ്റെ പേരിൽ കരാർ ചെയ്ത ശേഷം അത് പാലിക്കാത്തവൻ, സ്വതന്ത്രനെ വിറ്റ് വില ഭുജിച്ചവൻ, തൊഴിലാളികളെ നിയമിച്ച് നല്ലപോലെ പണിയെടുപ്പിച്ച് അർഹമായ പ്രതിഫലം നൽകാത്തവൻ. കുതന്ത്രവും ചതിയും വഞ്ചനയും നരകത്തിലാണ്.